സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം, സ്വാഗതം. അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നാരായണീയത്തിൽ ദശകം 6-ലെ 8-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ശ്ലോകം ഞാൻ ആദ്യം ഇവിടെ പറഞ്ഞ ആ ഒരു ശ്ലോകം തന്നെ ഏതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു അറിവ് തരുന്നതാണ്. അത്രയ്ക്കും ഭഗവാൻ ഒരു ബോധശക്തിയാണ്, സാന്ദ്ര ആനന്ദ അവബോധമാണ് ഗുരുവായൂരപ്പൻ എന്നും ഈശ്വരൻ എവിടെയാണെന്നുള്ള തർക്കത്തിലാണല്ലോ മതങ്ങളും രാഷ്ട്രങ്ങളും ഒക്കെ തമ്മിലുള്ള പ്രശ്നങ്ങളും അതുപോലെ ജാതികളുടെ പേരിലും ഒക്കെ തർക്കിക്കുന്ന നമ്മൾ. അപ്പോൾ ഈ വർണ്ണാശ്രമ വ്യവസ്ഥകളെക്കുറിച്ചൊക്കെ നമ്മുടെ ഹിന്ദു സംസ്കാരത്തിലും നമ്മുടെ ശാസ്ത്രങ്ങളിലും ഭാഗവതത്തിലുമൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ വർണ്ണാശ്രമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഷഃ തസ്യ കർത്താരം അഭിമാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ആ ഒരു ശ്ലോകം പറയുമ്പോൾ ഇവിടെ ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിവിധ വർണ്ണങ്ങളുള്ളത്. ഇപ്പോൾ നമ്മൾ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യർ, ശൂദ്രർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തർക്കിക്കുന്നു, അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ ഒക്കെ തർക്കം വരുമ്പോൾ ഭഗവാൻ ഗീതയിൽ ഒക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഗുണങ്ങളുടെ അടിസ്ഥാനം, ത്രിഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾക്ക് അടിസ്ഥാനത്തിലാണ് ഇവിടെ ജാതി അല്ലെങ്കിൽ വർണ്ണങ്ങൾ എന്നാണ് പറയുന്നത്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്ന് പറയുന്ന 4 വർണ്ണങ്ങൾ അത് ഒരു കുലത്തിൽ പറഞ്ഞതുകൊണ്ടോ ഒന്നും അല്ല. അത് ത്രിഗുണങ്ങളായിട്ടുള്ള സത്വഗുണ, രജോ ഗുണ, തമോ ഗുണ അതിൻ്റെ ഏറ്റക്കുറച്ചിലിനനുസരിച്ചാണ് ഈ വർണ്ണങ്ങൾ നമ്മൾ കൽപ്പിക്കപ്പെടുന്നത് എന്ന്. അപ്പോൾ ഒരു ബ്രാഹ്മണരുടെ ഒരു കുലത്തിൽ ജനിച്ചുകൊണ്ട് മാത്രം ഒരാൾ ബ്രാഹ്മണനാവുന്നില്ല, പൂണൂലിട്ടത് കൊണ്ട് ബ്രാഹ്മണനാവുന്നില്ല. അതിന് ആത്മജ്ഞാനം അത് വേണമെന്നും ആ ജ്ഞാനം ആർക്കുണ്ടോ അയാൾ ഒരു ശൂദ്രനായിട്ട് ജനിച്ചാൽ പോലും അയാൾ ബ്രാഹ്മണനാണ്. അങ്ങനെയാണ്. അതാണ് ആ ഒരു നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മുടെ ആ ഗുണം, സത്വഗുണം ഉള്ള ആ ആളാണ് ബ്രാഹ്മണനായിട്ട് മാറുന്നത്, ബ്രാഹ്മണൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അത് പിന്നെ ഒരു കുലത്തിൽ ജനിച്ചത് കൊണ്ടല്ല എന്നൊക്കെയുള്ള ഒരു വലിയ അറിവാണ് ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ 4 വർണ്ണങ്ങൾ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യർ, ശൂദ്രരൊക്കെ ഇത് ഭഗവാനിൽ നിന്നാണ് അവരുടെ ഉൽപ്പത്തി സ്ഥാനം എന്നും പറയുന്നുണ്ട്. എല്ലാവരുടെയും ഉൽപ്പത്തി സ്ഥാനം ഭഗവാനല്ലേ, പിന്നെ ഇപ്പോൾ അതിന് മാത്രം എന്താ ഒരു തർക്കം? ഭഗവാനിൽ നിന്നാണ് ഇവിടെ കാണുന്ന ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടായത്. ഈ ഒരു അറിവിലേക്ക് നമ്മൾ എത്തുമ്പോൾ ബാക്കി എല്ലാ തർക്കങ്ങളും അവിടെ ഇല്ലാതെയാവും. അപ്പോൾ ഇന്ന് പറയുന്ന ഭാഗത്ത് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് 6-ാമത്തെ ദശകം ശ്ലോകം 8 ഒന്ന് വായിക്കാം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗണേശായ നമ, സരസ്വതി നമ. മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ദശകം 6 ശ്ലോകം 8 2 പ്രാവശ്യം വായിക്കാം. ശ്രോണീസ്ഥലം മൃഗഗണാപതയോർനഘാസ്തേ ഹസ്ത്യുഷ്ട്രസൈന്ധവമുഖാഗമനം തു കാലം വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരൂരുയുഗ്മചരണം കരുണാംബുദാത്തേ. അപ്പോൾ ഒരിക്കൽ കൂടെ വായിക്കാം. ശ്രോണീസ്ഥലം മൃഗഗണാപതയോർനഘാസ്തേ ഹസ്ത്യുഷ്ട്ര സൈന്ധവമുഖാഗമനം തു കാലം വിപ്രാതിവർണഭവനം വദനാബ്ജബാഹോ ചാരു ഊരുയുഗ്മചരണം കരുണാംബുദാത്തേ. എന്താണ് പറയുന്നത്? അതായത് അല്ലയോ ഗുരുവായൂരപ്പ, കരുണക്കടലായ ഗുരുവായൂരപ്പ എന്നാണ് വിളിക്കുന്നത്. അങ്ങയുടെ ശ്രോണി, അരക്കെട്ടിന് താഴെ ഉള്ള ആ ഒരു ഭാഗം ആണ് ഇവിടെ പറയുന്നത്. പാദങ്ങളൊക്കെ അവിടെ ആണല്ലോ വരുന്നത്. ഭഗവാന്റെ ശ്രോണി മൃഗഗണങ്ങളാണ്, മൃഗങ്ങളുടെ കൂട്ടാണ്. അതുപോലെ ഭഗവാന്റെ പാദനഖങ്ങൾ ആനയും ഒട്ടകവും കുതിര തുടങ്ങിയ നാൽക്കാലികളാകുന്നു എന്നും ഭഗവാന്റെ ഗമനം
ആ ഒരു നടത്തം എന്നൊക്കെ പറയാം, ആ ഒരു ചലനം, ആ ഗമനം കാലമാണ്. ഭഗവാന്റെ ഗമനം തന്നെ കാലമാണ്. അതുപോലെ മുഖം, മുഖാബ്ജം, അതുപോലെ ബാഹുക്കൾ, മനോഹരമായ ഊരുക്കൾ, ചരണങ്ങൾ എന്നിവ. മുഖത്തിൽ നിന്നാണ് ബ്രാഹ്മണരുണ്ടായത്, ഭഗവാന്റെ മുഖത്തിൽ നിന്നാണ് ബ്രാഹ്മണരുണ്ടായത് എന്നും, അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ ഉൽപ്പത്തി സ്ഥാനം മുഖകമലം ആണ് എന്നും, അതുപോലെ ക്ഷത്രിയർ ഭഗവാന്റെ ബാഹുക്കളിൽ നിന്നുണ്ടായി എന്നും, വൈശ്യർ ഭഗവാന്റെ 2 തുടകളിൽ നിന്നുമുണ്ടായി എന്നും, ശൂദ്രർ പാദങ്ങളിൽ നിന്നുണ്ടായി എന്നും പറയുന്നു. അപ്പോൾ ഈ അവരുടെ ഭവനം എന്നാണ് പറയുന്നത്. ഭവനം എവിടെ? ആ ഭവനം ഭഗവാനിൽ നിന്നാണ്, അല്ലെങ്കിൽ ഭഗവാൻ ആണ് അവരുടെ ഉൽപ്പത്തി സ്ഥാനം എന്ന് ഭഗവാന്റെ ആ ഒരു ശരീരത്തെ തന്നെ 14 ലോകങ്ങളിലായി കാണുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് പങ്കുവയ്ക്കുന്നത് മേൽപ്പത്തൂർ. ഇപ്പോൾ കുറേ ഈ ഒരു ദശകം മുഴുവനും, കഴിഞ്ഞ ഒരു ദശകത്തിലും അതിൻ്റെ ഒരു തുടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തെ തന്നെ ഭഗവാന്റെ ശരീരത്തിൽ പ്രകടമാക്കി കാണിച്ചു തരുന്ന മേൽപ്പത്തൂരിന് പ്രണാമം. അതുപോലെ തന്നെ ആ ഒരു വാക്കുകളുടെ അർത്ഥം നോക്കാം. കരുണാംബുദി എന്നാണ് വിളിക്കുന്നത് ഭഗവാൻ കരുണാക്കടലാണ് എന്ന്. കരുണക്കടലായ ഭഗവാനെ ഗുരുവായൂരപ്പ, തേ അങ്ങയുടെ ശ്രോണി സ്ഥലം, ശ്രോണി പ്രദേശം, അരക്കെട്ടിന് താഴെയുള്ള ഭാഗം, അവിടുന്ന് പാദങ്ങൾ, നഖങ്ങൾ ഒക്കെ വരും, തുടകൾ, അങ്ങനെയൊക്കെ. അവിടെയൊക്കെയാണ് ഇനി പറയുന്ന ആ ഒരു വർണ്ണന. മൃഗഗണങ്ങളാകുന്നു. പാദയോ നഖാഹ, പാദനഖങ്ങൾ ആന, കുതിര, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളാകുന്നു. അതാണ് ഹസ്തി ആന, ഉഷ്ട്ര ഒട്ടകം, സൈന്ധവ കുതിര. അപ്പോൾ ഭഗവാന്റെ പാദനഖങ്ങൾ ആനയും ഒട്ടകവും കുതിരയും ഒക്കെ ആകുന്നു എന്നും, ഭഗവാന്റെ ഗമനം എന്ന് പറയുമ്പോൾ കാലം, അല്ലെങ്കിൽ ഗമനമാകട്ടെ, ഗമനം ചലനം അല്ലെങ്കിൽ ആ ഒരു നടത്തം എന്നൊക്കെ പറയാം, അത് കാലമാണ്. പിന്നെ വദന അബ്ജം, മുഖാംബുജം, ഭഗവാന്റെ മുഖം, അതുപോലെ ബാഹു, കൈകൾ, ചാരു ഊരു യുഗ്മചരണം, ഊരു യുഗ്മം എന്ന് പറയുമ്പോൾ 2 തുടകൾ, ചരണം പാദങ്ങൾ. ഇതെന്തൊക്കെയാണ്? മനോഹരമായ മുഖം, വദനാബ്ജം, മനോഹരമായ താമര പോലുള്ള മുഖം. അതിൽ നിന്നാണ് അല്ലെങ്കിൽ ബ്രാഹ്മണർ ഉൽപ്പത്തി, അവിടെ നിന്നാണ് ബ്രാഹ്മണരുണ്ടായത്. അതുപോലെ ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയരും, അതുപോലെ 2 തുടകളിൽ നിന്ന് വൈശ്യരും, പാദങ്ങളിൽ നിന്ന് ശൂദ്രരും ഉണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ ഈ 4 വർണ്ണങ്ങൾ, അവരുടെ ഭവനം എന്ന് പറയുന്നത് ഭഗവാന്റെ ആ ഒരു ശരീരം തന്നെയാണ്. അവരുടെ ഭവനം അല്ലെങ്കിൽ ഉൽപ്പത്തി സ്ഥാനം ഭഗവാൻ തന്നെയാണ് എന്ന്. അപ്പോൾ എല്ലാം വന്നത് ഭഗവാനിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയാൽ കുറച്ച് എളുപ്പമായിരിക്കും. ഭഗവാന്റെ ശ്രോണി പ്രദേശം മൃഗഗണങ്ങളാകുന്നു. മൃഗങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ള ആന, ഒട്ടകം, കുതിര എന്നിവ ഭഗവാന്റെ പാദനഖങ്ങളും കാലം ഭഗവാന്റെ ചലനമാകുന്നു. അതുപോലെ മുഖം ബ്രാഹ്മണരുടെയും, കൈകൾ ക്ഷത്രിയരുടെയും, ഊരുക്കൾ അല്ലെങ്കിൽ തുടകൾ, 2 തുടകൾ വൈശ്യരുടെയും, പാദങ്ങൾ ശൂദ്രരുടെയും ഉൽപ്പത്തി സ്ഥാനം അല്ലെങ്കിൽ ഭവനമാകുന്നു എന്ന് ആണ് ഈ ഒരു ശ്ലോകം, ദശകം 5-ലെ ശ്ലോകം 8 വിവരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അറിവ് നമുക്ക് തരുന്നത് പ്രപഞ്ചത്തിൽ തന്നെ 14 ലോകങ്ങളെയും സമസ്ത ഈ ലോകവും ഭഗവാനിൽ ദർശിക്കാൻ നമുക്ക് കഴിയുന്ന വിധത്തിലാണ് ഭാഗവതത്തിലും അതുപോലെ തന്നെ നാരായണീയത്തിലും മേൽപ്പത്തൂർ നമുക്ക് തരുന്ന വിവരണവും വർണ്ണനയും ഒക്കെ ആ രീതിയിലാണ്.
അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പോൾ ഈ ശ്ലോകം ഒന്നും കൂടെ ചൊല്ലാം. ശ്രോണീസ്ഥലം മൃഗഗണാപതയോർനഘാസ്തേ ഹസ്തിഷ്ട്ര സൈന്ധവമുഖാഗമനം തു കാലം വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരു ഊരുയുഗ്മചരണം കരുണാംബുദേ തേ. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പം ഈ ഒരു ശ്ലോകം ഭഗവാന് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യുക. ഒരു കമൻറ്റ് സെക്ഷൻ ആ ഒരു ഭാഗം ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഹൈപ്പ് ചെയ്യാം. അങ്ങനെ ഹൈപ്പ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ദി ചാനൽ. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.